എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. പഠിച്ചാലും തീരാത്തൊരു വിഷയമാണത്. ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷോട്ടുകളെക്കുറിച്ചിട്ടുള്ള ഒരു സംവിധായകന് ഷോട്ടുകളെക്കുറിച്ചിട്ടുള്ള അറിവ്, ലെൻസുകളെക്കുറിച്ചിട്ടുള്ള അറിവ്, പിന്നെ ക്രെയിനിൻ്റെ മേലെ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് മേലോട്ട് ഇങ്ങനെ പോവുക എന്നുള്ള അറിവ്, പിന്നെ ഡോളി കൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക എന്നുള്ള അറിവ്, പിന്നെ ഹെലികോപ്റ്ററിൽ ക്യാമറ വെച്ചിട്ട് താഴോട്ട് ഇങ്ങനെ എടുക്കുക എന്നുള്ള അറിവ്. ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ കുറിച്ചിട്ടുള്ള അറിവാണ്. പ്രധാനമായിട്ട് ആദ്യം വേണ്ടത് അക്ഷരാഭ്യാസമാണ്. അത് ഇല്ലാതെ സംവിധാനം ചെയ്യുന്ന എത്രയോ പേരെ എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ വേണ്ടത് ജീവിത അവബോധമാണ്. ജന്മനാ അയാളൊരു കലാകാരനായിരിക്കുകയും വേണം. അത് വളരെ പ്രധാനമാണ്. ആൾക്കൂട്ടത്തിൻ്റെ ചിന്തയല്ല അയാൾക്ക് വേണ്ടത്. സ്വന്തമായ ഒറ്റപ്പെട്ട ഒരു ചിന്തയും ഒരു കാഴ്ചപ്പാടും അയാൾക്കുണ്ടായിരിക്കണം. നമ്മുടെ മലയാളത്തിലുള്ള പ്രമുഖരായ പല സംവിധായകരെ പറ്റിയും സിനിമയിലുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സംവിധായകനുണ്ടല്ലോ, അയാൾ നല്ലൊരു ടെക്നീഷ്യനാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയെ ഒരു യന്ത്രത്തിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ആളാക്കി മാറ്റുന്ന ആ ടെക്നീഷ്യൻ പ്രയോഗം ശരിക്കും പറഞ്ഞാൽ വളരെ ബോറായിട്ടുള്ളൊരു പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ വേറൊരർത്ഥത്തിൽ ഈ യന്ത്രത്തിൻ്റെ ആൾ മാത്രമാണ് അയാൾ എന്നും കൂടി അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ചില സംവിധായകരുണ്ട്, നമുക്കൊരു കഥയെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞാൽ സംവിധായകൻ അവിടെ നിന്ന് ഓടിക്കളയും. കാരണം കഥയെപ്പറ്റി ആലോചിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. അവിടെ ആ ഭാഗത്തേ നിൽക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ടെക്നീഷ്യൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്നും എനിക്ക് തോന്നാറുണ്ട്.